ഞങ്ങൾ ആരംഭിക്കട്ടെ. ചക്കിക്കൊത്ത ശങ്കരൻ. പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരിക. കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. അയ്യോ ഇതാരാ അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശങ്ക കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അമ്മ കൊടുത്ത വെട്ട അതിന്റെ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? ഞാനെനിക്ക് കിളിമോന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ ഞാൻ കെട്ടിക്കുന്നത്. മൂങ്ങയെന്താ ഈ അല്ലേ? നിങ്ങൾ വായി പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, ഓടിക്കാൻ പോലൊരു പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, ഓടിക്കാൻ പോലൊരു പെണ്ണു വേണം, നല്ല വെള്ളം വേണം, നല്ല നീളം വേണം, ഞങ്ങളെ പെണ്ണു പോൽ നോക്കിയിടണം. അല്ല, ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിക്കൊടുന്ന് നടക്കുന്ന യുവകോളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകനെ കൊണ്ട് തങ്കപ്പൻ അവ പുറക്കടവിൽ ഒളിച്ചിരിക്കുന്ന തങ്കപ്പൻ. ഏത് പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൊണ്ട തങ്കപ്പൻ. നല്ല നാട്ടുകാരെ വിളിച്ചിരിക്കും തങ്കപ്പൻ. എന്റെ മോനെ മര്യാദ കേട്ടോ. അല്ല എന്താ അവനേതോ ഒരു കുളക്കടവിലുണ്ട്. അവൻ എവിടെ ചെന്നാലും റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രീതമേ, രാണ്ടാ, നാം കല്യാണ മാമംഗത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് കൂടോ. അയ്യോ, ഹലോ. ഡോക്ടർ ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല.
പക്ഷേ ഇതുപോലുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിന്റെ കരുത്തിലാണ് കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ. അല്ല ഭാഷ പള്ളിയിടാൻ മറന്നുപോയതാ. അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ കുന്നവൻ? പത്തുടർന്നാൽ പച്ചത്തരി, കൈക്കെടുത്താൽ കുമ്പിനിരി, പാത്രപ്പണി, നാട്ടിലുള്ളൊരു ദേശമൊത്തം കണ്ടവനെ തലയിൽ വച്ച് കാശു വാങ്ങി കേക്കൊതുക്കലിൽ നോക്കി. പശിയുള്ള ദേവ, വിശയുള്ള കേമൻ, അക്കിയെടുക്കാൻ കരുതക്കാരില്ല. ഒപ്പിലത് ദേശം വന്ന ഉടനെ തന്നിട്ടുണ്ടവൻ. പത്തുടർന്നാൽ പേര് പറയും, കൊട്ടി കുട്ടി പേര് കിട്ടും, നോക്കി നിന്നാൽ കിട്ടുടനെ നോക്കത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ അമ്മയെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ, ആരാണിത്? സാറേ, കല്ലത് സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. അത് ശരി, എന്റെ മകളെ കസ്റ്റഡിയിലെടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അടിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വേണ. Yes, sir. എല്ലാരും കൂടി എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിജകൃതയാനും മത്സരാനും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പൂവാട്ടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കിനെ വിളിക്കണം. അവിടെ വിളിക്കുക. ഞാൻ പോയി കണ്ടു. തൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാണോ? മോളെ ലോകത്തിൽ ഇറക്കി. ചെറുക്കിനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവരെ ലാൻഡ് അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാൻഡ് ചാർജ് നടത്താം. ഇത് നമ്മെ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും നിമിഷം വിശ്രം.
ചേട്ടാ ചേട്ടാ എന്താ ദേ ചായ ഇങ്ങ തന്നെ എന്ത് പറ്റി പൊള്ളിപ്പോയി. അതെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചായ. അതല്ല എന്നെ ഇഷ്ടമായോന്ന് അയ്യോ നിന്നെ എനിക്ക് ഭയങ്കര ചോദിക്കാനുണ്ടോ പിന്നെ പെണ്ണെ ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടിയല്ലേ എന്നെ തുറച്ചു പോകുന്നത്. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ അല്ല പിന്നെ നിനക്കെന്താ പണി? തയ്യലാ പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രല്ല കയ്യും വെട്ടും കഴുത്തും വെട്ടും ചേട്ടന്റെ എന്നാ തുണിയുടെ ഞാൻ പേടിച്ചു പോയി. പെണ്ണെ നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ പെണ്ണെ നീ ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ ഞാൻ എനിക്ക് മാറ്റാമായി. ചേട്ടാ എന്താ ചേട്ടനൊരു കഴിവായിരുന്നെങ്കിൽ കഴിവായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു കൊള്ളാം. അതൊക്കെ പോട്ടെ. പെണ്ണെ എന്റെ കൂടെ താമസിക്കാൻ ചൂണ്ടുപോകാൻ പെൺകൊടി ഊട്ടി വഴിക്കൊരു കൂട്ടുവരും പെൺകൊടി. ടൂറ് എന്റെ അച്ഛൻ കേസ് കൊടുക്കും ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനത്തിനെ കേസ് കൂടാകും. ഇതിന്ന് അറിഞ്ഞിട്ട് വരുന്ന കാര്യം പോലീസുകാർ ഇവിടെ മുഴുവൻ ഇവിടെ വാ. ഈ ഒന്നും എത്രയാണ്? രണ്ടാടാ. എന്നാലേ ഈ രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരനെന്തിനാ കേസ് കൊടുക്കുന്നത്? പോലെ പോലീസുകാരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന് ആ സത്യം ഞാൻ തുറന്നു പറയാം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും മത്താറിന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും പിന്നെ കനകാപ്രചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താലും വിളിച്ചോണ്ട് പോകുന്നത് അത് ശരി. ഇത്രയും പേര് കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോന്റെ തന്നെ കെട്ടിവെക്കാനല്ലേ പാവം. നിർത്ത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പെൺപിള്ളേരുടെ പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. കാർത്തിക ശിരോമണി ഇവിടെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ. നമ്മളൊരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ വേണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി നമ്മുടെ കുലമഹിമത്തിൽ ചേർന്ന പുത്രമുതലെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നർത്തകങ്ങൾ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമർപ്പണം കൊണ്ടാടട്ടെ.